വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു അൺപാക്കിംഗ് അതുപോലെ തന്നെ പാക്കിംഗ് വീഡിയോ, അതാണ് കേട്ടോ കറക്റ്റ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു 5 ദിവസത്തേക്ക് വേണ്ടി എൻ്റെ സിസ്റ്ററിലോ അബുദാബിയിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് നമ്മുടെ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ മിട്ടുവിൻ്റെ കുറച്ച് കുസൃതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പോകാറായപ്പോൾ ജസ്റ്റ് ആ പാക്ക് ചെയ്തൊരു സെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടീസിൻ്റെ കുഞ്ഞു കുറച്ച് കുരുത്തക്കേടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി തുറക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടീസ് ഒന്നും ഈ ഒരു സമയത്ത് ഈ പരിസരത്ത് ഇല്ല കേട്ടോ. ലഞ്ച് ടൈം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ എവിടെയായിട്ടൊക്കെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മിട്ടുമ്മ മാത്രം കൂട്ടത്തിലുണ്ടായിരുന്നു. അവൾ എവിടെയൊക്കെയോ വായി നോക്കി നടന്നതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്ന് കയറിയ ഒരു ടൈം ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് സിസ്റ്ററിലോയെ കണ്ടിട്ട് ഇവളത് എവിടെ നിന്ന് വന്നു, ഇവൾ ഇത്രയും നാൾ ഈ വീട്ടിലില്ലായിരുന്നല്ലോ എന്നുള്ള മട്ടിൽ അവളെയും ചോദ്യം നിന്നു. അത് മാത്രമല്ല, ഈ പെട്ടിക്കകത്ത് എന്തിനാണ് ഇവരെല്ലാവരും കൂടി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവളും ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് വെറുതെ കൊളാക്കുന്നില്ല, ജസ്റ്റ് ഒരു മ്യൂസിക് കൊടുക്കാട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സത്യം പറയാലോ, എത്ര വട്ടം മിട്ടുവിന് ആ ബാഗിൽ നിന്ന് അവളുടെ അടുത്ത് പുറത്താക്കിയെന്ന് എണ്ണാൻ പറ്റിയില്ല കേട്ടോ ശരിക്കും. കാരണം ഇതെന്തിനാണ് ഇതെല്ലാം കൂടി എടുത്ത് ശാരി ചേച്ചിയുടെ അമ്മാമ്മയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുന്നത്, എനിക്കായിട്ട് ഒന്നുമില്ല എന്നും പറഞ്ഞാൽ അതിനകത്ത് കിടന്ന ആ ഒരു വിരവലും തപ്പലും ഒക്കെയാണ് കേട്ടോ. എനിക്കായിട്ട് ഇവളൊന്നും കൊണ്ടുവന്നില്ല, ഇവളിത് എവിടെ നിന്നാണ് വന്നത് എന്ന് തന്നെ ഒരു പിടുത്തം കിട്ടാതിരിക്കുകയാണ് മിട്ടു കേട്ടോ. അവസാനം പെട്ടിയിലുള്ള സാധനങ്ങളെല്ലാം പെറുക്കി മാറ്റി വെച്ചു. പെട്ടി കാലിയായിട്ടുണ്ട്. അപ്പം അക്കൂട്ടത്തിൽ നമ്മൾ ചോക്ലേറ്റ്സ് എല്ലാം കൂടെ മേശപ്പുറത്ത് ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിന് കാവലായിട്ട് നിൽക്കുവാണ് നമ്മുടെ മിട്ടുവമ്മയ്ക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെട്ടി കാലിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് ലഗേജിലെ കുറച്ച് സാധനങ്ങൾ കൂടി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാനായിട്ട് ഒരുങ്ങിയ സമയത്താണ് പെട്ടെന്ന് മിട്ടുവിൻ്റെ ശ്രദ്ധയിൽ പെട്ടത്, ഇനി ഒരു ബാഗും കൂടി ഉണ്ടോ, എങ്കിൽ പിന്നെ അതും കൂടി പൊട്ടിക്കണം എന്തെന്ന് ഞാൻ നോക്കട്ടെ, അതിനകത്ത് എന്താണെന്ന് ഞാനും കൂടെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവളും ചാടി ഓടി വന്നിട്ടുണ്ട് കേട്ടോ. കുറേയധികം ഹെയർ ക്ലിപ്സും ഹെയർ ബൺസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഷാരോണിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി ബാക്കി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചു. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം 2 വീട്ടിലേക്കും വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മിട്ടും അവിടെ ഇവിടെ ആയിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, സോഫയിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ പെറുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ പ്ലാൻ ചെയ്യാത്ത ഒരു വരവായിരുന്നു കേട്ടോ ഇത്. വരുന്നതിൻ്റെ തലേ ദിവസമാണ് 5 ദിവസം എനിക്ക് നാട്ടിൽ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്തത്. സിസ്റ്ററിലോ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ബ്രദർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റോക്കിക്കുട്ടനെ ഒന്ന് തുറന്നുവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവളുടെ അടുത്ത് ഇവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം, അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ കരുതി ഞാൻ മൊബൈലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പക്ഷേ സംഗതി പാളിപ്പോയി കേട്ടോ. കാരണം റോക്കിക്കുട്ടൻ പിന്നും അവളുടെ അടുത്തൊന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റിക്കിക്കുട്ടനാണെങ്കിൽ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും അവൻ കാണിച്ചില്ല കേട്ടോ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. അവളെ മൈൻഡേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റോക്കിക്കുട്ടൻ പിന്നും ആദ്യം മൈൻഡ് ചെയ്തില്ല എങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവളുടെ പുറകെ ഇങ്ങനെ നീ എപ്പം വന്നു, നിനക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന മട്ടിൽ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു.
ഒളിച്ച് കളിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ വീട്ടിലെ ഗുണ്ടുമണി ചെക്കൻ സോയിക്കുട്ടനാണ് കേട്ടോ. ഇവന് സന്ധ്യ ആയാലും രാത്രി ആയാലും എന്നെ അമ്മയും കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല കേട്ടോ. അല്ലാണ്ട് നിങ്ങളെ കാണാൻ എനിക്ക് ശരിയാവത്തില്ല അമ്മാമ്മ എന്നുള്ള മട്ടിൽ ഓടി വരും കേട്ടോ. വന്നിട്ട് അമ്മയുടെ മടിയിലൊക്കെ കയറി ഇങ്ങനെ കിടക്കും കേട്ടോ. അവനെ എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അനങ്ങാണ്ടിരിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ ജയക്കുട്ടനും സുട്ടുക്കുട്ടിയൊന്നും അങ്ങനെയല്ല. അവർക്ക് നല്ല വിശപ്പൊക്കെ വന്നാൽ മാത്രമേ അവർ താഴേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ കൊണ്ടാക്കിയാൽ അവർ അവിടെയൊക്കെ നിന്നങ്ങ് കളിച്ചോളും. ഉറക്കം വരുമ്പോൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും. വേറൊരു പ്രശ്നമല്ല. ഒരുപാട് നമ്മൾ അവരെ എടുക്കുന്നതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. വല്ലാണ്ടങ്ങ് വിരുവിരിപ്പാണ്. പക്ഷേ നമ്മുടെ സോയിക്കുട്ടൻ ഗുണ്ടുമണി ചെക്കൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവനിങ്ങനെ നമ്മുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇടയിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നതും കിടക്കുന്നതും നമ്മളിങ്ങനെ പിടിച്ച് കിടത്തിയാൽ അവൻ അവിടെ തന്നെ അതുപോലെ കിടക്കും കേട്ടോ. ഞങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ചെറുക്കന്. അപ്പച്ചിയുടെ വീട്ടിൽ 2 പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ഒരാളാണ് കേട്ടോ. ഇവന്റെ പേരാണ് ലൂട്ടായി. ഇനി അടുത്തൊരാളുണ്ട്. ആളിന്റെ പേര് ലൂക്കായ് എന്നാണ് കേട്ടോ. ലൂക്കായും ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അപ്പുറത്ത് കുറേ ബക്കറ്റ്സ് കാണുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയോ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൂട്ടായി ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു കമ്പിൽ ഒരു തുണിയൊക്കെ കെട്ടി ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാടി ചാടി പിടിക്കാൻ ഇങ്ങനെ നിൽക്കുവാണ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. രണ്ടുപേരും നല്ല രീതിയിൽ ഇണങ്ങുന്ന രീതിയിലുള്ള 2 പൂച്ചകളാണ് കേട്ടോ. അപ്പോൾ ഇനി തൊട്ടുള്ള മുമ്പോട്ട് എൻ്റെ വീഡിയോസിലെല്ലാം ഇവരുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ റിക്കൂട്ടനും റോക്കിക്കുട്ടനും സോയ്ക്കുട്ടനും സുട്ടുക്കുട്ടിക്കും ജയക്കുട്ടനും ഒപ്പം തന്നെ. അപ്പോൾ അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇവരുടെ കുറച്ച് വീഡിയോസും കൂടിയൊക്കെ എടുത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഇനിയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇവരുടെ കളിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഭയങ്കര കളിയാണ് കേട്ടോ. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനാണോ അവളാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും കൺഫേം ആയിട്ടില്ല. അത് വേറെ കാര്യം. ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സിസ്റ്ററിലൊക്കെ തിരികെ പോകാനുള്ള ദിവസം വന്നെത്തി. അപ്പം കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ആണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ആ സോഫയുടെ പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ പോകാനുള്ള ദിവസമായപ്പോൾ രാവിലെ തന്നെ പുള്ളിക്കാരിക്ക് പനി അടിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറിയൊരു ട്രിപ്പൊക്കെ ഇറക്കിയിട്ട് നമ്മൾ വന്നതിന് ശേഷമാണ് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പാക്കിങ്ങിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും ചെയ്തത് നമ്മുടെ അമ്മയാണ് കേട്ടോ. കാരണം എനിക്കും രാവിലെ പീരീഡ്സ് ഒക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് വയറുവേദനയും നടുവേദനയും അത്യാവശ്യം എല്ലാ വേദനകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനേ എനിക്കും പറ്റിയുള്ളൂ. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തത് അമ്മയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ പാക്കിംഗ് എക്സ്പേർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് തൊട്ട് ഇവിടെ അച്ഛനൊക്കെ എബ്രോഡ് ആയിരുന്ന സമയത്തും ഞാനും ബ്രദറും ഒക്കെ ആയിരുന്ന സമയത്തും നമുക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും അമ്മയാണ് കേട്ടോ. ഒറ്റയ്ക്ക് നല്ലപോലെ അടുക്കി നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് തരും കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മിട്ടു ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവള് പെട്ടി ഓപ്പൺ ആക്കുന്ന സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് മിട്ടുവിൻ്റെ പിള്ളേരാണ് ആ പരിസരത്ത് ഉണ്ടായിരുന്നത്. അവർക്ക് ഈ ബാഗിലും പെട്ടിയുടെ പുറത്തൊക്കെ കിടന്നുറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവർക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബാഗിൻ്റെ ഒരു സൈഡിലൊക്കെ വന്നിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ തട്ടി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പാക്കിങ്ങിൻ്റെ സെക്ഷൻ തൊട്ട് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിട്ടേൺ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. അപ്പോൾ 20 kg പ്ലസ് 7 kg. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേണമെന്ന് പറഞ്ഞത് പൊതിച്ചോറായിരുന്നു 2 വീട്ടിൽ നിന്നും. അതുകൊണ്ട് 2 പൊതിച്ചോറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സും ഡ്രസ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം പാക്കിങ്ങിൻ്റെ അവസാന ഘട്ടമൊക്കെ ആയപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ എവിടെയൊക്കെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വന്ന് അവരും നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു. മിട്ടു ഒരാൾ മാത്രമാണെങ്കിൽ പിന്നും കുഴപ്പമില്ല. ഇവർ 3 പേരും കൂടെ വന്നാൽ ശരിക്കും പെട്ടുപോകും കേട്ടോ. അപ്പം ഒരു 1:30 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാനായിരുന്നു പ്ലാന്. അപ്പം ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും അവളുടെ ചേച്ചിയും ഹസ്ബൻഡും കുഞ്ഞും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും എയർപോർട്ടിലേക്ക് പോയില്ല. കാരണം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോയില്ല. വീട്ടിൽ നിന്ന് അമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1:30 മണിയൊക്കെ ആയപ്പോൾ അവരെല്ലാവരും റെഡിയായി പോകാനൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടെ പോകാനായിട്ട് ഇറങ്ങി
ഇറങ്ങിയാലും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു പള്ളിയുണ്ട്. അപ്പോൾ പള്ളിയിൽ പൈസ ഇട്ടിട്ടേ പ്രത്യേകിച്ച് നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ ഇറങ്ങാറുള്ളൂ. അപ്പം അവൾ തന്നെ കൊണ്ടുപോയി പള്ളിയിൽ പൈസയൊക്കെ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ എല്ലാം കപ്പറക്കി വെച്ചു. അങ്ങനെ പോകാനായിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. മാത്രമല്ല അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എൻ്റെ വീഡിയോസിന് വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ. നിങ്ങൾ പറ്റുന്നിടത്തോളം ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.